Good morning to all. Today we discussed about other share terms. First we move on the transfer of shares. What is transfer of shares? ഹെഡിങ്ങിൽ തന്നെ നമുക്കറിയാം ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രൊസീജിയർ, അതിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് എ കമ്പനി ഈസ് ദാറ്റ് ഷെയർസ് ആർ ട്രാൻസ്ഫറബിൾ. ദാറ്റ് മീൻസ് നമുക്ക് കമ്പനിയുടെ ഷെയർസൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് പറയും ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദ കമ്പനി ഈസ് shares are transferable. According to section 44, empowered any shareholders to transfer his shares, debentures or other interest of the company in the manner laid down in the articles and accordance with the various provisions by law. നമ്മൾ പറഞ്ഞു ഒരു കമ്പനിയുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാം, അതാണ് ഒരു കമ്പനിയുടെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷെയർസ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഷെയർസോ ഡിബഞ്ചേഴ്സോ അല്ലെങ്കിൽ അതർ ഇൻട്രസ്റ്റോ കമ്പനിയുടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനിയുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റായ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അക്കോർഡിംഗ് ടു ലോ പ്രകാരം അത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു കമ്പനിയുടെ ഷെയർസോ ഡിബഞ്ചേഴ്സൊക്കെ മറ്റൊരു പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. The shares or other interest of any members in the company are movable property and also transferable. അതായത് നമുക്ക് കമ്പനിയുടെ ഷെയർസോ കാര്യങ്ങളോ മാത്രമല്ല, ആ കമ്പനിയുടെ മൂവബിൾ ആയിട്ടുള്ള എന്തൊരു പ്രോപ്പർട്ടി വേണമെങ്കിലും നമ്മൾക്ക് ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. എ പ്രൈവറ്റ് കമ്പനി ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി അണ്ടർ ഒബ്ലിഗേഷൻസ് ടു പ്ലേസ് സർട്ടൻ റെസ്ട്രിക്ഷൻസ് ഓൺ ദ റൈറ്റ് ഓഫ് മെമ്പേഴ്സ് ടു ട്രാൻസ്ഫർ ഷെയർസ്. അതായത് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു, എന്നാലും അതിൻ്റെ അകത്ത് ഒരു സർട്ടൻ റെസ്ട്രിക്ഷൻസ് കമ്പനിയിലോ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. The pre-emption clause states that intending transferor must be offer his shares to existing members of the company before offering them any non-members. അതായത് നമ്മൾ പറഞ്ഞു കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ കമ്പനിയിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫസ്റ്റ്ലി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിനായിരിക്കണം അത് ഓഫർ ചെയ്യേണ്ടത്. എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനി ഓൾസോ there may be some restrictions on റൈറ്റ് ഓഫ് മെമ്പേഴ്സ് ടു ട്രാൻസ്ഫർ ഷെയർസ്. അപ്പോൾ അതാണ് പറഞ്ഞത് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൺ ആ കമ്പനിയിലുള്ള ഒരു ഷെയർ ഹോൾഡേഴ്സ് അയാളുടെ ഷെയർ മറ്റൊരു പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത പ്രൊസീജിയറാണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഇങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനീസ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റായ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ലോ പ്രകാരം അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ നമുക്ക് ഒരു കമ്പനിയുടെ ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഓഫ് നമ്മൾ അങ്ങനെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ്ലി നമ്മൾ ആർക്കായിരിക്കണം അത് പ്രൊവൈഡ് ചെയ്യേണ്ടത്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിനായിരിക്കണം നമ്മൾ ഫസ്റ്റ്ലി അത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിനുശേഷമായിരിക്കണം നമ്മൾ അതർ പേഴ്സൺസിന്, അതായത് ഔട്ട്സൈഡ് കമ്പനിയിലുള്ള പേഴ്സൺസിന് നമ്മളത് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഇൻ കേസ് പബ്ലിക് കമ്പനി ആണെങ്കിലും ഇത് തന്നെയാണ് റെസ്ട്രിക്ഷൻ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് റിലേറ്റിംഗ് ടു ട്രാൻസ്ഫർ. അതായത് ട്രാൻസ്ഫർ നമ്മൾ നടത്തുമ്പോൾ അതിന് കുറച്ച് പ്രൊവിഷൻസ് ഉണ്ടായിരിക്കുമല്ലോ, ആ പ്രൊവിഷൻസ് എന്താണെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ വരുന്നുണ്ട്, ട്രാൻസ്ഫർ ബൈ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് വരുന്നുണ്ട്, അപ്ലിക്കേഷൻ ഫോർ ട്രാൻസ്ഫർ വരുന്നുണ്ട്, ട്രാൻസ്ഫർ ഓഫ് പാർട്ടി പെയ്ഡ് ഷെയർസ് ആൻഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഇത്രയാണ് മെയിനായിട്ട് പ്രൊവിഷൻ ഓഫ് ആക്ട് റിലേറ്റിംഗ് ടു ട്രാൻസ്ഫറിൽ വരുന്നത്. ഇനി നമുക്ക് ഓരോ പോയിൻറ്റ്സ് ആയിട്ട് പഠിക്കാം. ഫസ്റ്റ്ലി നമ്മൾ നോക്കുന്നതാണ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എ കമ്പനി ഷാൽ നോട്ട് രജിസ്റ്റർ എ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് അൺലെസ് എ പ്രോപ്പർ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ duly stamped and executed and signed by both of the transferor and transferee, and it is delivered to the company within the period of 16 days from the date of execution, along with the certificate relating to the securities, or if any such certificate is existence along with the letter of allotment of the security. That means instrument of transfer പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു കമ്പനിയുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ഇൻസ്ട്രുമെൻറ്റ് മുഖേന എല്ലാം അത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അത് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ആരിൽ നിന്ന് ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ട്രാൻസ്ഫറുടെയും സിഗ്നേച്ചറും അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആരിൽ നിന്ന് ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരുടെ സൈനും അതോടൊപ്പം തന്നെ ഒരു സ്റ്റാമ്പും അതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ പറയുന്നത് ആ കമ്പനിയുടെ ഷെയർസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിച്ച
വെച്ചിട്ടുണ്ടെങ്കിൽ 60 ഡേയ്സ് മുന്നേ നമ്മൾ, അതായത് ഡേറ്റ് ഓഫ് എക്സിക്യൂഷന് 60 ഡേയ്സ് മുന്നേ തന്നെ നമ്മൾ ആ സെക്യൂരിറ്റി എന്താണോ നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ്, സർട്ടിഫിക്കേഷൻ ഓഫ് റിലേറ്റിംഗ് ടു സെക്യൂരിറ്റീസ്, ആ സെക്യൂരിറ്റിയുടെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ സർട്ടിഫിക്കറ്റിൻ്റെ എക്സിസ്റ്റൻസ് നമ്മുടെ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് എവറി ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ഷാൾ ബി പ്രിസ്ക്രൈബ്ഡ് ഫോം. എവരി സർട്ടിഫിക്കറ്റ് ഷാൾ ബി ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോം, അതായത് ഒരു പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഫോംസിലായിരിക്കണം നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇറ്റ് ഷാൾ ബി പ്രസൻറ്റഡ് ടു ദ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ബിഫോർ ഇറ്റ് സൈൻഡ് ബൈ ദ ട്രാൻസ്ഫറർ ആൻഡ് ബിഫോർ എനി എൻട്രി മെയ്ഡ് ബൈ ദെയർ. ദാറ്റ് മീൻസ് എന്താ പറയുന്നത്, പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി അത് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മളൊരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ആരാണോ അവരത് അതിന് മുന്നേ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതേപോലെ തന്നെ സൈനും ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ദ ട്രാൻസ്ഫറി ബിക്കംസ് എ മെമ്പർ ഓഫ് ദ കമ്പനി ഓൺലി വെൻ ദ ട്രാൻസ്ഫർ ഈസ് രജിസ്റ്റേർഡ് ബൈ ദ കമ്പനി. അതായത് നമ്മളൊരു പേഴ്സണിൽ നിന്ന് വേറൊരു പേഴ്സണിലേക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്തു. ആ കേസസിൽ ആ ട്രാൻസ്ഫർക്ക് ലീഗൽ പ്രൊവിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ആ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അയാൾക്ക് ലീഗൽ പ്രൊവിഷൻ കിട്ടുള്ളൂ, അതായത് അയാളെ മെമ്പറായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫറിൽ പറയുന്ന 3 കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ട്രാൻസ്ഫർ ബൈ റെപ്രസെൻറ്റേറ്റീവ്. ട്രാൻസ്ഫർ ബൈ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ട്രാൻസ്ഫർ എക്സിക്യൂട്ടഡ് ബൈ എനി ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ ഓൾദോ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഈസ് നോട്ട് ഹിംസെൽഫ് എ മെമ്പർ ഈസ് വാലിഡ്. ദാറ്റ് മീൻസ് നമ്മൾ ട്രാൻസ്ഫർ ബൈ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഡിസീസ്ഡ് ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ആൾക്ക് പകരം, അതായത് ഒരു ഷെയർ ഹോൾഡേഴ്സിന് പകരം അയാളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വേറൊരു പേഴ്സൺ ആക്ട് ചെയ്യണം. അപ്പോൾ അയാൾക്ക് ഷെയർസ് മറ്റു പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പേഴ്സണെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ആരായിരിക്കണം, മസ്റ്റ് ബി എ മെമ്പർ ഇൻ എ കമ്പനി. ആ കമ്പനിയിൽ ഒരു മെമ്പർ തന്നെയായിരിക്കണം ആ പേഴ്സണ്. അപ്പോൾ അതാണ് പറയുന്നത് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനി ഏതെങ്കിലും ഒരു ഡിസീസഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ അല്ലെ ഡിസീസഡ് മെമ്പറിൻ്റെ പകരമായിട്ട് നമുക്ക് വേറൊരു പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ആ പേഴ്സൺ എങ്ങനെയായിരിക്കണം, മസ്റ്റ് ബി എ മെമ്പർ ഇൻ ദ കമ്പനി, ആ കമ്പനിയുടെ മെമ്പർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് വാലിഡ് ആയിരിക്കുള്ളൂ. മെമ്പർ അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ വാലിഡ് ആയിരിക്കില്ല. നെക്സ്റ്റ് പറയുന്നതാണ് ട്രാൻസ്ഫർ ഓഫ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ്. മീൻസ് where an application is made by the transferor alone or relative party paid shares, the transfer shall be registered unless the company gives the notice to the application in such a manner as prescribed. The transferee and the transferee gives a non-objection to the transfer within 2 weeks from the receipt of notice. That means transfer of partly paid shares, അതായത് നമ്മുടെ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫറും തമ്മിലൊരു ഒബ്ജക്ഷൻ, അതായത് ഒബ്ജക്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് 2 വീക്കിനുള്ളിൽ റിസീപ്റ്റ് നോട്ടീസ് ആക്സെപ്റ്റ് ചെയ്തോളാം എന്നുള്ള കണ്ടീഷൻസിൽ അവിടെ ഒരു നോട്ടീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെയർസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഷെയർസിന് മാത്രമേ നമ്മൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള രീതിയിൽ ട്രാൻസ്ഫർ നടത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് ട്രാൻസ്ഫർ ഓഫ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ അത് മസ്റ്റ് ബി രജിസ്റ്റേർഡ് ആയിരിക്കണം, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ 2 വീക്സിനുള്ളിൽ അതിൻ്റെ നോട്ടീസ് ആക്സെപ്റ്റും ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് പാർട്ട്ലി പെയ്ഡ് ഷെയർസിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് അപ്ലിക്കേഷൻ ഓഫ് ട്രാൻസ്ഫർ. application of transfer എന്ന് പറയുന്നത് an application for registration of transfer of shares of a members in the company may be made either the transferor by or the transferee. application of transfer എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ അപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏത് പേഴ്സൺസ് ആയാലും കുഴപ്പമില്ല, ബോത്ത് ദ ട്രാൻസ്ഫറി ഓർ ട്രാൻസ്ഫറർ വൺ പേഴ്സൺ മസ്റ്റ് ബി രജിസ്റ്റർ ദ application of shares. The last one പറയുന്നതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ട്രാൻസ്ഫർ. സർട്ടിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫർ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സെക്ഷൻ 56 അണ്ടർ സെക്ഷൻ 4 സബ്സെക്ഷൻ C.
ഇതിൻ്റെ അകത്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് എവരി കമ്പനി ഷാൽ ഡെറിവ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓർ ട്രാൻസ്മിഷൻ വിത്തിൻ ദ പീരീഡ് ഓഫ് 1 month of the date of receipt by the company or the instrument transfer or the intimation of transmission as the case may be in case of ട്രാൻസ്മിഷൻ സെക്യൂരിറ്റീസ്. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എവരി കമ്പനി ഷാൽ ഡെറിവ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓർ ട്രാൻസ്മിഷൻ. അതായത് ഏതൊരു കമ്പനി ആയാലും ഷെയർസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാലോ ട്രാൻസ്മിഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ത് പ്രൊവൈഡ് ചെയ്യണം? സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതായത് വിത്തിൻ 1 month ഓഫ് ദ ഡേറ്റ് ഓഫ് റിസിപ്റ്റ്. അതായത് എന്താണോ നമ്മുടെ ഡേറ്റ് ഓഫ് റിസിപ്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് അതിന് 1 monthനുള്ളിൽ തന്നെ നമ്മൾ സർട്ടിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഷെയർ സർട്ടിഫിക്കറ്റ് ആ പേഴ്സൺസിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ട്രാൻസ്ഫറിൽ പറയുന്നത്. എവരി കമ്പനി മസ്റ്റ് ബി പ്രൊവൈഡ് ഷെയർ സർട്ടിഫിക്കറ്റ്. അതായത് എന്താണ്? ഡേറ്റ് നമ്മൾ ആ ഷെയർസ് എന്താണോ സെയിൽ ട്രാൻസ്ഫർ ചെയ്ത് ആ ഡേറ്റ് ആ റിസിപ്റ്റ് ഡേറ്റിൻ്റെ 1 monthനുള്ളിൽ തന്നെ ഷെയർ സർട്ടിഫിക്കറ്റ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഫോർവേഡ് ട്രാൻസ്ഫർ. ഫോർവേഡ് ട്രാൻസ്ഫർ ഈസ് എ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ വിച്ച് ദ സിഗ്നേച്ചർ ഓഫ് ദ ട്രാൻസ്ഫറർ ഈസ് ഫോർവേഡഡ് ഈസ് called forwarded instrument, and any transfer based on such instrument is called forward transfer. That means forward transfer എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ ഇൻസ്ട്രുമെൻറ്റ് ഓൺലി സൈൻ വിത്ത് ദ സിഗ്നേച്ചർ ഓഫ് ദ ട്രാൻസ്ഫറർ. അതായത് ഫോർവേഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് ട്രാൻസ്ഫറർ ആയിരിക്കണം സൈൻ ചെയ്യേണ്ട പേഴ്സൺ എന്ന് പറയേണ്ടത്. An instrument of transfer of shares on which the signature of the transferor is forwarded. This is called a forwarded instrument. An instrument of shares of transfer on which the signature of the transferor is forwarded is called a forwarded instrument. അതായത് ട്രാൻസ്ഫറർ അതിൻ്റെ അത് സൈൻ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഫോർവേഡ് ഇൻസ്ട്രുമെൻറ്റ്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന 2 കേസസ് ആണ് വരുന്നത്. A forward transfer is nullity and it does not confer any legal title upon the transferee. അതായത് ഫോർവേഡ് ട്രാൻസ്ഫറിൽ നമ്മുടെ ലീഗൽ പ്രൊവിഷൻസ് ഒന്നും അതായത് ട്രാൻസ്ഫറിക്ക് ലീഗൽ പ്രൊവിഷൻസ് ഒന്നും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. കാരണം ട്രാൻസ്ഫർ അല്ല അതിൻ്റെ അത് സൈൻ ചെയ്തിരിക്കുന്നത്. അത് സൈൻ ചെയ്തിരിക്കുന്നത് ആരാണ്? ട്രാൻസ്ഫററാണ്. സോ അതുകൊണ്ട് തന്നെ ലീഗൽ പ്രൊവിഷൻസിലൊന്നും ആൾക്ക് ടൈറ്റിലായിട്ട് വരില്ല. നെക്സ്റ്റ് പറയുന്നതാണ് ഇഫ് എ കമ്പനി ഹാസ് ഇഷ്യൂഡ് എ ഷെയർ സർട്ടിഫിക്കറ്റ് ടു ദ ട്രാൻസ്ഫറി ഓൺ ദ ഫോർവേഡ് ട്രാൻസ്ഫർ ആൻഡ് ഇന്നസെൻറ്റ് ബയർ ഈസ് ആക്സെപ്റ്റഡ് he can claim damage from the company on ground that acted in the share certificate of the company. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു കമ്പനി ഷെയർ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫറേക്ക് ഇഷ്യൂ ചെയ്തു. അതായത് ഫോർവേഡ് ട്രാൻസ്ഫറാണ് അവിടെ നടത്തിയത്. അതായത് ഫോർവേഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അതിനകത്ത് ട്രാൻസ്ഫർ ആയിരിക്കും സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കാം അതായത് കള്ളത്തരം കാണിച്ചിട്ട് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്തതാണ് ഫോർവേഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർവേഡ് ട്രാൻസ്ഫറിൽ പറയുന്നത് കള്ളത്തരം കാണിച്ചുകൊണ്ടാണ് ഷെയർസ് അവർ ട്രാൻസ്ഫർ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്ത ആൾ ഇന്നസെൻ്റ് അല്ലേ, ആൾക്കത് അറിയാൻ പറ്റില്ല. അവിടെ കള്ളത്തരം കാണിച്ചിട്ടാണോ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് ഇഫ് ദ കമ്പനി ഈസ് ഇഷ്യൂഡ് ഷെയർ സർട്ടിഫിക്കറ്റ് ടു ദ ട്രാൻസ്ഫറി ഓൺ എ ഫോർവേഡ് ട്രാൻസ്ഫർ ആൻഡ് എ ഇന്നസെൻറ്റ് ബയർ ആക്സെപ്റ്റ് ഇറ്റ്. അതായത് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ട്രാൻസ്ഫർ കിട്ടുന്നത് വഴി ഒരു പേഴ്സൺ അത് ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ആ ബൈ ചെയ്തതിന് ശേഷം അയാൾക്ക് എന്തെങ്കിലും ഡാമേജസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ലയബിൾ ആരായിരിക്കും? കമ്പനി ആയിരിക്കും. ബിക്കോസ് ഓഫ് കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് കമ്പനി ഷെയർ സർട്ടിഫിക്കറ്റ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇഫ് എ കമ്പനി ഇൻക്വയർ എനി ലോസ് ഡ്യൂ ടു ഫോർവേഡ് ട്രാൻസ്ഫർ ഇറ്റ് മേ ബി റിക്കവർ ഇൻഡെമിനിറ്റി ഫ്രം ദ പേഴ്സൺ ഹൂ ലോഞ്ച്ഡ് ഇറ്റ്. അതായത് ഇങ്ങനെ ഈ ഫോർവേഡ് ട്രാൻസ്ഫർ വഴി കമ്പനിക്ക് എന്തെങ്കിലും ലയബിലിറ്റീസോ അല്ലെങ്കിൽ ലോസസോ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആരാണോ ആ കള്ളത്തരം കാണിച്ചിട്ട് അവിടെ ആ ഷെയർ ട്രാൻസ്ഫർ ചെയ്ത് ആ പേഴ്സൺ ആയിരിക്കും ലയബിളായിട്ട് വരിക. അതായത് ആ കമ്പനിക്ക് ആ പേഴ്സണിൽ നിന്ന് ആ ലയബിലിറ്റീസൊക്കെ റിക്കവർ ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഇതാണ് ഫോർവേഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ. ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാങ്ക് ട്രാൻസ്ഫർ ഈസ് എ ട്രാൻസ്ഫർ whereby the transferor hand over the buyer to share certificate and a blank transfer deed. The blank transfer, the transferor fills any
fills only his name and signature. The person whom it transferred is not mentioned. There to whom the document is given the freely transferable. The share is like negotiable instrument. ദാറ്റ് മീൻസ് ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾ ബ്ലാങ്ക് ആയിട്ടായിരിക്കാം അവരുടെ സർട്ടിഫിക്കറ്റ്സ്, ഷെയർ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. The blank transfer is a transfer whereby the transferor hand over to the buyer the share certificate and blank transfer deed. അതായത് ഷെയർ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ ഡീഡ് ബ്ലാങ്ക് ആയിട്ടാണ് ഇഷ്യൂവർ ബയ്യർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ. In the blank transfer, transferor fills only his name and signature. അതായത് ഈ ബ്ലാങ്ക് ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ട്രാൻസ്ഫറർ അയാളുടെ പേരും അതേപോലെ തന്നെ സിഗ്നേച്ചറും മാത്രമായിരിക്കും എൻറ്റെയിൽ ചെയ്തിരിക്കുന്നത്. ദ പേഴ്സൺ ഹൂം ഈസ് ട്രാൻസ്ഫർഡ് ഈസ് നോട്ട് മെൻഷൻ. അതായത് പേഴ്സൻ്റെ നെയിം അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡോക്യുമെൻറ്റ് ഫ്രീലി ഒരു പേഴ്സണിൽ നിന്ന് വേറൊരു പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഈ ഷെയർസ് നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു പേഴ്സൺ വേറൊരു പേഴ്സൺസിന് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ബ്ലാങ്ക് ആയിട്ടാണ് അതായത് ഷെയർ സർട്ടിഫിക്കറ്റും ട്രാൻസ്ഫർ ഡേറ്റും ബ്ലാങ്ക് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ. ഇതിൻ്റെ അകത്ത് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ട്രാൻസ്ഫറർ അയാളുടെ നെയിമും സിഗ്നേച്ചർ മാത്രമേ അതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ദ ട്രാൻസ്മിഷൻ ഈസ് എ പാസിംഗ് ഓഫ് ടൈറ്റിൽ ഓർ പ്രോപ്പർട്ടി ഇൻ ഷെയർസ് വൺ പേഴ്സൺ ടു അനദർ ബൈ ഓപ്പറേഷണൽ ഓഫ് ലോ ഇൻ ഹാപ്പനിങ് ടു സച്ച് ഈവൻറ്റ് ഡെത്ത്, ഇൻസോൾവൻസി ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് എന്താ പറയുന്നത്, ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ കയ്യിലുള്ള ടൈറ്റിൽ, ഒരു പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ ഷെയർസിൻ്റെ ടൈറ്റിൽ വേറൊരു പേഴ്സണിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് പറയുന്നതാണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. ഈ ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് മെയിൻലി കണ്ടക്ട് ചെയ്യുന്നത് ഒരു പേഴ്സൺ ഡെത്ത് ആവുമ്പോഴോ അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് ആവുന്ന കേസസിലാണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ ഓഫ് പാസിംഗ് എ ടൈറ്റിൽ ഓർ പ്രോപ്പർട്ടി ഇൻ ഷെയർസ് വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. അതായത് ഒരു പേഴ്സണിൽ നിന്ന് വേറൊരു പേഴ്സണിലേക്ക് ഷെയർസിൻ്റെ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഈ ഹാൻഡ് ഓവർ ചെയ്തതെന്ന് പറഞ്ഞാൽ മെയിൻലി ഡെത്തിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് ആവുന്ന ടൈമിലൊക്കെ ആയിരിക്കും മെയിൻലി ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഈ കേസസിൽ അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈറ്റിൽ ഓട്ടോമാറ്റിക്കലി ഒരു പേഴ്സണിൽ നിന്ന് വേറൊരു പേഴ്സണിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. സെക്ഷൻ 58 ഓഫ് കമ്പനീസ് ആക്റ്റിലാണ് നമ്മുടെ ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസിനെ കുറിച്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മെയിൻലി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് 2-3 കാര്യങ്ങളാണ്. അതിനകത്ത് ഫസ്റ്റ് പറയുന്നതാണ് ഡെത്ത് ഓഫ് ജോയിൻറ്റ് ഹോൾഡർ ഓഫ് ഷെയർസ്. അതായത് ഡെത്ത് ഓഫ് ജോയിൻറ്റ് ഹോൾഡർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ജോയിൻറ്റ് ഹോൾഡർ ഡെത്ത് ആവുന്ന സിറ്റുവേഷനിൽ when the death of joint holder is notified by the survivor by producing the proof of death and share goes to possession of ownership of the survivor. That means നമ്മുടെ ജോയിൻറ്റ് ഹോൾഡർ ഡെത്തായി എന്ന് വിചാരിക്കുക. ആ ഡെത്താവുന്ന കേസസിൽ അയാളുടെ പൊസഷൻ വേറൊരു പേഴ്സൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ പേഴ്സണ് ആ ഷെയർസ് സർവൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് ആ പേഴ്സൺ ഡെത്ത് ആയതുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൂഫ് പ്രൊവൈഡ് ചെയ്യാൻ വേണം. നെക്സ്റ്റ് പറയുന്നതാണ് ഡെത്ത് ഓഫ് സോൾ ഹോൾഡർ. ഡെത്ത് ഓഫ് സോൾ ഹോൾഡറിൻ്റെ കേസസിൽ ഇൻ ദ കേസ് ഓഫ് ഡെത്ത് ഓഫ് സോൾ ഹോൾഡർ the legal representatives are entitled to get the shares transferred to him. The particularity of evidence produced by the legal representative will be required to file the companies for transmission. അതായത് നേരത്തെ ജോയിൻറ്റ് ഹോൾഡറിലാണെന്നുണ്ടെങ്കിൽ ആ ജോയിൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സണ് നമ്മുടെ ഡെത്ത് പ്രൂഫ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഇൻ കേസ് ഓഫ് സോൾ ട്രേഡർ അല്ലെങ്കിൽ സോൾ ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ ആളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് ഈ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതായത് ഇന്ന പേഴ്സൺ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആണെന്നുള്ള എവിഡൻസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് അവരുടെ ഷെയർസ് ട്രാൻസ്മിഷൻ നടത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് ഒഫീഷ്യൽ അസൈനി. ഒഫീഷ്യൽ അസൈനി മീൻസ് when the shares of an insolvent members are vested in the hands of his official assignee, it becomes a transfer. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യൽ അസൈനി, അതായത് ഇൻസോൾവെൻ്റ് ആയിട്ടുള്ളൊരു മെമ്പർ അയാളുടെ ഷെയർസ് വേറൊരു പേഴ്സണിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഒഫീഷ്യലി അസൈൻ ചെയ്ത് ആണെങ്കിൽ ആ പേഴ്സണിലേക്ക് നമ്മൾക്ക് ഷെയർസ് ട്രാൻസ്മിഷൻ നടത്താനായിട്ട് സാധിക്കും.
അപ്പോൾ ഒഫീഷ്യലി നമ്മുടെ ഇൻസോൾവൻ്റ് ആയിട്ടുള്ള പേഴ്സൺ അസൈൻ ചെയ്യുന്നതിനെ പറയുന്നതാണ് ഒഫീഷ്യൽ അസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് അൺസൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വെർ ദ ഷെയർസ് ഓഫ് ദ മെമ്പേഴ്സ് ഹു ഹാഡ് ബീൻ പ്രൂവ്ഡ് ഇൻ അൺസൗണ്ട് മൈൻഡ് ഇൻ ദ കോർട്ട് വിൽ ബി അപ്പോയിൻറ്റഡ് ഹിസ് ഗ്യാരണ്ടിയൻ ആസ് ദ ഹോൾഡർ. അതായത് ഒരു പേഴ്സൺ അൺസൗണ്ട് മൈൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോർട്ടിന് ഡിസൈഡ് ചെയ്യാം ഏത് പേഴ്സണാണ് അയാളുടെ ഗ്യാരണ്ടീഡായിട്ട് അപ്പോയിൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ അതാണ് പറയുന്നത് അൺസൗണ്ട് മൈൻഡിൽ പറയുന്നത് വെൻ ദ ഷെയർസ് ഓഫ് ദ മെമ്പർ ഹു ഹാവ് ബീൻ പ്രൂവ്ഡ് എ അൺസൗണ്ട് മൈൻഡ് ദ കോർട്ട് വിൽ ബി അപ്പോയിൻറ്റ് ഹിസ് ഗ്യാരണ്ടിയർ ആസ് ദ ഹോൾഡർ. അതായത് അൺസൗണ്ട് മൈൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോർട്ടിന് ഒരു പേഴ്സണെ ഡിസൈഡ് ചെയ്യാം അയാളുടെ ഷെയർസൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് കേസ് വരുന്നതാണ് വൺ പേഴ്സൺ കമ്പനി. വൺ പേഴ്സൺ കമ്പനിയിൽ പറയുന്നത് on the death of the sole member, the person nominated such member shall be personally recognized by the company as having title to the shares of the members. അതായത് ഒരു സോൾ മെമ്പർ ഡെത്ത് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പേഴ്സണിലേക്ക് റെക്കഗ്നൈസ്ഡ് പവേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് ദ നോമിനി ആൻഡ് ബിക്കം എൻറ്റൈറ്റിൽഡ് ടു സച്ച് ഷെയർസ് ഇൻ കേസ് ഓഫ് മെമ്പേഴ്സ് ഡെത്ത് ഷാൽ ബി ഇൻഫോംഡ് സച്ച് ഈവൻ ബൈ ബോർഡ് ഓഫ് ദ കമ്പനി. അതായത് നോമിനി ആ കമ്പനിയുടെ നോമിനിയായിട്ട് ആരെയാണ് വെച്ചിരുന്നത് ആ പേഴ്സണ് ഡെത്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കമ്പനിയുടെ ബോർഡ് ഓഫ് ദ കമ്പനിയിൽ അത് ഇൻഫോം ചെയ്യണം. നെക്സ്റ്റ് പറയുന്നതാണ് സച്ച് നോമിനി ക്യാൻ ബി എൻറ്റൈറ്റിൽഡ് ടു സേവ് ഡിവിഡൻഡ് ആൻഡ് അതർ റൈറ്റ്സ് ടു ഡബിലിറ്റി ഓൺ സച്ച് എ സോൾ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി എൻറ്റൈറ്റിൽഡ് ഫോർ ലയബിലിറ്റി. അതായത് ആ കമ്പനിയുടെ ഡിവിഡൻറ്റിലോ അല്ലെങ്കിൽ റൈറ്റ്സ് ഓഫ് ലയബിലിറ്റിയിലോ എല്ലാ കാര്യത്തിലും അവർക്ക് ഈക്വൽ റൈറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഡിവിഡൻറ്റ് കിട്ടുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ലയബിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും അവർക്ക് ഈക്വൽ റൈറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസിൻ്റെ കേസസിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾക്ക് ലീൻ ഓൺ ഷെയർസ് നോക്കാം. ലീൻ ഓൺ ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീൻ ഓൺ ഷെയർസ് ഇസ് ദ റൈറ്റ് ഓഫ് ദ കമ്പനി ടു റീറ്റെയിൻ ദ ഷെയർസ് ഈവൻ ദ ഡിവിഡൻഡ് പേയബിൾ ദെയർ ഓൺ ബിലോങ്ങിങ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് കോൾ എമൗണ്ട് ഇൻ any other debt due from the shareholders of the company. The Act does not specify the empower company to exercise the lien on its shares. However, the articles of the company confirm the right of lien on of the company, and the company can exercise its lien not only the shares but also the present and future dividend payable on the shares. ലീൻ ഓൺ ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈവശാവകാശം എന്നൊക്കെ പറയില്ലേ, അതായത് ആ ഷെയർ ഹോൾഡേഴ്സിന് അയാളുടെ ഷെയർസ് നമുക്ക് കയ്യിൽ തന്നെ വെക്കാം. എങ്ങനെയാണ്? അയാളുടെ പേരിൽ എന്തെങ്കിലും ഡെപ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡെപ്റ്റ് കൊടുത്തു തീരുന്നത് വരെ, അത് റീപേ ചെയ്യുന്നത് വരെ ആ ഷെയർസ് അയാൾക്ക് കയ്യിൽ തന്നെ വയ്ക്കാൻ പറ്റും. ആ ഡെപ്റ്റൊക്കെ റീപേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അയാൾക്ക് ആളുടെ ഷെയർസ് വേറൊരു പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത് റൈറ്റ് ടു പൊസഷൻ അവകാശം എന്നൊക്കെ പറയില്ലേ, കൈവശാവകാശം, അത് തന്നെയാണ് ഇതും പറയുന്നത്. ദി ലീൻ ഈസ് എ റൈറ്റ് ടു റിട്ടൈൻ പൊസിഷൻ ഓഫ് എ തിങ് അണ്ടിൽ എ ക്ലെയിം ഈസ് സാറ്റിസ്ഫൈഡ്. അയാളുടെ ക്ലെയിം സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുന്നത് വരെയും അയാൾക്ക് അത് ഷെയർസൊക്കെ ഹാൻഡിൽ വയ്ക്കാനുള്ള പൊസിഷൻ ഉണ്ടായിരിക്കും. The company would not able to permit transfer his shares unless he pay his debt to the company. അതായത് ആ പേഴ്സൺ അയാളുടെ ഷെയർസ് റീപേ ചെയ്യുന്നത് വരെ ആ കമ്പനിയുടെ ഷെയർസ് ആൾക്ക് വേറൊരു പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് ടോപ്പിക്കാണ് റൈറ്റ് ടു നോമിനേറ്റ്. റൈറ്റ് ടു നോമിനേറ്റിൽ പറയുന്നത് അക്കോർഡിംഗ് ടു സെക്ഷൻ 72 ഓഫ് കമ്പനീസ് ആക്ട് 2013 എവരി ഹോൾഡർ ഓഫ് സെക്യൂരിറ്റി ഓഫ് ദ കമ്പനി മേ അറ്റ് എനി ടൈം നോമിനേറ്റ് എനി പേഴ്സൺ ടു ഹൂം ഹിസ് സെക്യൂരിറ്റി ഷാൽ ബി വെസ്റ്റഡ് ഇൻ ദ ഈവൻറ്റ് ഓഫ് ഹിസ് ഡെത്ത്. അതായത് ഒരു പേഴ്സണ്, അതായത് ഇത് മെയിൻലി പറയുന്ന രീതിയിലാണ് അക്കോർഡിംഗ് ടു സെക്ഷൻ 72 ഓഫ് കമ്പനീസ് ആക്ട് 2013 ഇതേക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സണ് വേറൊരു പേഴ്സണെ നോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആ പേഴ്സൻ്റെ ആ ഷെയർ ഹോൾഡർ ഇൻ കേസ് ഓഫ് ഡെത്ത് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ ഷെയർസ് വേറൊരു പേഴ്സണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് നോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് റൈറ്റ് ടു നോമിനേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ബാങ്കിലൊക്കെ നോമിനീനെ കൊടുക്കില്ല, അത് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. ആ പേഴ്സൺ ഷെയർ ഹോൾഡർ ഡെത്ത് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ പേഴ്സണ് അതിന് മുന്നേ തന്നെ ഒരു പേഴ്സണെ നോമിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് മെയിൻലി മെൻഷൻ ചെയ്യുന്നത് സെക്ഷൻ 72 അതാണ് റൈറ്റ് ടു നോമിനേറ്റിൽ പറയുന്നത്.
അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഷെയർസും അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് ടേംസും ആണ് നമ്മളിന്ന് പഠിച്ചത്. പിന്നെ അതിൻ്റെ അകത്ത് ഫോർവേഡ് ട്രാൻസ്ഫർ ഉണ്ടായി, ബ്ലാങ്ക് ട്രാൻസ്ഫർ ഉണ്ടായി, ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ ലീൻ ഓൺ ഷെയർസ് പറഞ്ഞു, അതേപോലെ റൈറ്റ് ടു നോമിനേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മിസ് ഇത്ര എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻസ്: വാട്ട് ഈസ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, വാട്ട് ഈസ് ലീൻ ഓൺ ഷെയർസ് ആൻഡ് മീനിങ് ഓഫ് ഫോർവേഡ് ട്രാൻസ്ഫർ. ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ മിസ്സിനെ ഈ അവർ കഴിയുമ്പോഴേക്കും വാട്സപ്പ് ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു.